വർഷത്തിലൊന്ന് മാത്രം തുറക്കുന്ന മംഗളാദേവിയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നപ്പോൾ തന്നെ 7 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയം വൈകുന്നതിനാൽ തന്നെ എല്ലാവരും 3 മണിക്ക് നിൽക്കുന്ന ക്യൂ ആണ് ഈ കാണുന്ന ക്യൂ. രാവിലെ 7 മണിയായിട്ടും ഇതിന് പിന്നിലേക്ക് ഒരുപാട് ആൾക്കാർ വന്ന് നിൽക്കുന്നതല്ലാതെ ഇതിൻ്റെ അകത്ത് ഈ ഒരു ക്യൂവിനൊരു ശമനമില്ല. അതിനാൽ ഞാനും അമ്മയും അതുപോലെ തന്നെ അനിയൻ്റെ ഭാര്യയും കൂടെ ചേർന്നിട്ടാണ് മംഗളാദേവിയിലേക്കുള്ള യാത്ര പുറപ്പെടാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഞങ്ങൾ ക്യൂവിൽ നിൽക്കാതെ നേരെ ഫ്രണ്ടിൽ ചെന്ന് അവിടെ നോക്കിയപ്പോൾ അല്ലാതെ തന്നെ ആൾക്കാർ കയറി പോവാണ്. ക്യൂവിലുള്ളവർ അവിടെ തന്നെ നിൽക്കുന്നേ ഉള്ളൂ. സോ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു എന്തായാലും നമ്മൾ അടി പിടിച്ചിട്ടാണേലും ആ ഒരു ജീപ്പിലേക്ക് തള്ളി കയറുവാണ് എല്ലാ ആൾക്കാരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ജീപ്പ് കിട്ടി. ജീപ്പിൻ്റെ ഏറ്റവും മുൻനിരയിൽ തന്നെയാണ് ഞങ്ങൾക്കും സീറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ കയറിയതിനാൽ എൻ്റെ കൂടെയുള്ള 2 പേരുകളോ കയറ്റാൻ പ്ലാസ്റ്റിക്കായിട്ടുള്ള കവറുകളോ ഒന്നും തന്നെ കയറ്റത്തില്ല. എല്ലായിടത്തും കുടിക്കാൻ കുടിവെള്ളം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കുകയേ ചെയ്യേണ്ട. ഒരുപാട് ജീപ്പുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 1000ഓളം ജീപ്പുകൾ തന്നെ, അല്ലെങ്കിൽ 800ഓളം ജീപ്പ് തന്നെ ഇവിടെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ ഈ ഒരു ജീപ്പ് സഫാരി നടത്തിയപ്പോൾ തന്നെ അതിൽ ഓരോ ജീപ്പുകളിലും മുൻപിലായിട്ട് തന്നെ 380 അല്ലെങ്കിൽ 400 എന്നൊക്കെ പറഞ്ഞ ആ ഒരു ജീപ്പിൻ്റെ എണ്ണം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ജീപ്പുകളുണ്ട്. അതുപോലെ തന്നെ ഇതിനിടയിൽ മറ്റ് ജീവനക്കാരുടെ വാഹനങ്ങളും പോകുന്നുണ്ട്. ഈ മംഗളാദേവി വനം ഒരു വനത്തിൻ്റെ നടുവിലായിട്ടാണ് ഈ മംഗളാദേവി എന്ന് പറഞ്ഞ ആ ഒരു ക്ഷേത്രമുള്ളത്. ഏകദേശം ഒരു 4386 അടി മുകളിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളവിടെ എത്തിച്ചേർന്നപ്പോൾ ഒരു 1:30 ആയിട്ടുണ്ടായിരുന്നു. സോ തമിഴ്നാട്ടിലൂടെയും ആൾക്കാർ ഇങ്ങോട്ട് കാൽനടയായിട്ട് വന്നു ചേരുന്നുണ്ട്. ചിത്ര പൗർണമി നാളിലാണ് ഈ ഒരു ഉത്സവം നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലായിട്ട് ഒരുപാട് പുരാണ കഥകളൊക്കെ ഉണ്ട്. മധുരയെ ചുട്ടരിച്ച് കർണകി ദേവി വന്നിരുന്ന ഒരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ടേക്കായിട്ട് കാൽനടയായിട്ടും വരാവുന്നതാണ്. അതുപോലെ തന്നെ ജീപ്പിലും വരാവുന്നതാണ്. 160 രൂപയാണ് ഒരു ആൾക്കുള്ള ചാർജ് എന്ന് പറയുന്നത്, കയറിപ്പോകാൻ മാത്രം. ഇങ്ങോട്ട് ഇറങ്ങി വരാനുള്ള ഫീ എന്ന് പറയുമ്പം അതിലും കൂടും. ഒരു 40 രൂപയോളം എക്സ്ട്രാ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. 200 രൂപയാണ്. മൊത്തത്തിലും ഒരാൾക്ക് വരുന്നതെന്ന് പറയുമ്പം 360 രൂപയാണ് ഒരാൾക്ക് തന്നെ ഫീ ആയിട്ട് അവിടെ വരുന്നത്. കയറി പോകാനും ഇറങ്ങി വരാനും. ആൾക്കാർ ഇറങ്ങുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു ജീപ്പിൽ തന്നെ റിട്ടേൺ അടിച്ച് നമുക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ്. രാവിലെ 3 മണി തൊട്ടെന്ന് വൈകിട്ട് 6 മണി വരെയാണ് ഭക്തർക്ക് ഈ ക്ഷേത്രം അവർ തുറന്നു കൊടുക്കുന്നത്. അവിടെ തന്നെ ഉച്ചയൂണും സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ചയൂണെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പെട്ടെന്ന് അവിടെ തീരുന്നതാണ്. അതുപോലെ അടിയാണ് ഈ ഉച്ചയൂണിന് വേണ്ടിയുള്ള ഇതെന്ന് പറയുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ പോയ സമയത്ത് ഒരുപാട് ഭക്തജനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എക്കാലത്തേക്കാട്ടിലും കൂടുതൽ ഈ വർഷമാണെന്നാണ് അവിടുത്തെ ഉള്ള ഓഫീസേഴ്സ് വരെ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഇത് തമിഴ്നാടിൻ്റെയും കേരളവും ഒരുമിച്ചാണ് ഈ ഉത്സവം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തമിഴ്നാടിൻ്റെ വകയായിട്ടും അതുപോലെ തന്നെ കേരളത്തിൻ്റെ വകയായിട്ടും അവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് നമുക്കൊരു പ്രസാദവും